അത് കണ്ടോ പൊങ്ങി വരുന്നു. ഇത്ര ഈസിയാണ് കേട്ടോ പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് പൊങ്ങിയ പൂരി തന്നെ ഇട്ടില്ലേ. പൂരി ആയാലും ഇങ്ങനെ ഇരിക്കണം അല്ലേ? എല്ലാവരും കണ്ടില്ലേ നല്ല കിടിലൻ പൂരി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള പൂരിയാണിത്. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഒരു പുതുപുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിന് കൂടെ തന്നെ നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബാജി കൂടെ ഉണ്ട്, പൊട്ടാറ്റോ ബാജി. എന്തായാലും ഞാനൊരു പൂരി മുറിച്ചെടുക്കണേ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടോ പൂരി, അങ്ങനെ പൊട്ടി പോകണമൊന്നുമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടും പൊട്ടി പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ബാജിയിൽ മുക്കിയിട്ട് കഴിക്കാം. ഇങ്ങനെ പൂരി കൊണ്ട് ബാജി എടുക്കാം, ഇനി കഴിക്കാം. പെർഫെക്റ്റ് പൂരി, പെർഫെക്റ്റ് ടേസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയുണ്ട് കേട്ടോ ടേസ്റ്റ്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പൂരിയും ബാജിയും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിലൂടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പൂരിയും ബാജിയും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണം ചെറുതുണ്ട്, അതുപോലെ ഒരു മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ഉണ്ട്. അങ്ങനെ 4 എണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊട്ടാറ്റോയെ പീൽ ചെയ്തതിന് ശേഷം മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടേ. ഞാൻ ഇതിൻ്റെ ഒരു പ്രഷർ കുക്കറിലോട്ട് എടുക്കുകയാണേ. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണേ. വേണമെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പോഴും ഉപ്പ് ചേർക്കുന്നില്ല, കറിയിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പൊട്ടാറ്റോ വേവിച്ചെടുക്കുന്നത് ബാജിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 2 വിസിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി കുക്കറിലെ പ്രഷറൊക്കെ പോട്ടെ. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണേ. നല്ല ചൂട് തന്നെയുണ്ട്. എന്നാലും നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് റഫായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ വെള്ളം കളയട്ടെ. വെള്ളം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീസുകൾ കിടക്കുകയും വേണം. ജസ്റ്റ് ഒന്ന് പിടിക്കാം, അത്ര മതി. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഇടിക്കല്ലിൻ്റെ കുഴയും കൊണ്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു കടായി ആട്ടോ എടുത്തിട്ടുള്ളത്. ഈ കടായിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം, പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണേ. 1 ടീസ്പൂൺ കടുക് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉഴുന്ന് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ തന്നെ വരും. അതുപോലെ തന്നെ പരിപ്പും ചേർക്കുന്നുണ്ട്, ഇതും 1 ടീസ്പൂണാണ്. കടലപ്പരിപ്പാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർക്കാം, കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഈ ബാജി. പൂരിയുടെ കൂടെ എന്ത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്ത് യൂസ് ചെയ്താലും ബാജിയുടെ അടുത്ത് വരില്ല. പിന്നെ പൂരിയുടെ കൂടെയൊക്കെ ഞങ്ങൾ ഹോസ്റ്റലാകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചട്നിയാണ്. ഈ ചട്നി പൂരി കോമ്പിനേഷനും എനിക്കിഷ്ടം കേട്ടോ. ഇനി നമ്മുടെ ബാജിയിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. സവാള എടുക്കാം. ഒരു 25-30ഓളം ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാള എടുക്കുകയാണെങ്കിൽ 1 or 2 സവാള എടുക്കാം. നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. 5-6 കാന്താരി മുളക് ഉണ്ട്. ഇതിന് പകരമായിട്ട് പച്ചമുളക് എടുക്കാം, 2-3 പച്ചമുളക് എടുക്കാം. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ചേർക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. ബ്രൗൺ കളർ ആവരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരണം നമ്മുടെ ഈ ഉള്ളി. അതുവരെ വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ വെജിറ്റബിൾസിൻ്റെ അകത്തൊക്കെ കുറച്ച് ഉപ്പ് കയറുകയും ചെയ്യട്ടെ. നല്ല സോഫ്റ്റായി വരട്ടെ ഇത്. ഇനി ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കരുത്, കളർ കുറവാന്ന് തോന്നും നമുക്ക് ആദ്യം കറിയിൽ. എന്നാൽ ഈ ബാജി ഇരുന്നിട്ട് നല്ലൊരു യെല്ലോ കളർ വരും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അധികം ചേർത്താൽ പിന്നെ ബാജിയുടെ കളറ് ഡാർക്ക് യെല്ലോ ആവും.
ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ക്യാരറ്റൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഒന്ന് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് 2 കപ്പോളൊക്കെ വെള്ളം ഒഴിക്കാം കേട്ടോ. എത്രത്തോളം ലൂസ് ആവണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം തിക്നെസ് അതാ വേണ്ടേ. ഇനി ഇതിരുന്ന് തിളച്ച് വരട്ടെ. ഈ ബാജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക പഞ്ചസാര. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. പൊട്ടാറ്റോ ഉപ്പ് ചേർക്കാതെയല്ലേ വേവിച്ചേ. അപ്പോഴിനി തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് വേണ്ടിയിട്ട് കോൺഫ്ലോർ കൂടെ കലക്കി വെക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആട്ടോ കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി വയ്ക്കാം. ഈ കോൺഫ്ലോർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ കോൺഫ്ലോർ ചേർത്താൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടില്ലേ, അതേപോലെയുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ബാജി തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് കുറച്ച് അരിപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. ഇനി ഒന്നുകൂടെ ഡെലീഷ്യസ് ആവണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്, ഏകദേശം ഒരു 10ഓളം കാഷ്യൂ നട്ട്സ് അരച്ച് ചേർത്താലും മതി കേട്ടോ. നമ്മുടെ കോൺഫ്ലോർ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വാട്ടറിയാണ്, കാരണം ഞാൻ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കോൺഫ്ലോർ ചേർക്കണം എന്നുള്ളത് കൊണ്ട്. നമുക്ക് ഫ്ലോർ ചേർക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലൊരു കളറും വന്നിട്ടുണ്ട്. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഈ ബാജി. എന്നാലും നല്ല ടേസ്റ്റുമാണ്. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരുന്നാൽ തന്നെ നമ്മുടെ ബാജി നല്ല ക്രീമി ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല കളറായിരിക്കും, നല്ലൊരു യെല്ലോയിഷ് കളറായിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് മല്ലിയിലൊക്കെ ചേർക്കാം കേട്ടോ. എന്നാൽ ഞാനിവിടെ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ബാജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാജി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി കേട്ടോ. ഇനി കുറച്ചേരി ഇരുന്നാൽ നല്ല തിക്കായിട്ട് വരും. ആദ്യം തന്നെ നന്നായിട്ട് തിക്കാക്കി എടുത്താൽ പിന്നെ നമുക്ക് ബാജി എന്നുള്ളത് തോരൻ പോലെയൊക്കെ ആവും, കുറച്ച് ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ട കണ്ടോ, ഇതാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സപ്ലൈക്കോടെ ഫോർട്ടിഫൈഡ് ആട്ട. നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഗോതമ്പ് പൊടി ഈ ആട്ടയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും നല്ല റിഫൈൻഡ് വീറ്റ് ഫ്ലോറൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ആട്ടയാണ്. ഈ നമുക്ക് റേഷൻ കടയിലും സപ്ലൈക്കോയിലൊക്കെ കിട്ടുന്നത്. ഗോതമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആട്ടയിൽ നിന്ന് കിട്ടും. ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഈ പഞ്ചസാര ചേർത്താൽ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് റവയാണ്. ഈ റവ 1 സ്പൂൺ ആട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഈ റവ ചേർത്താൽ നമ്മുടെ പൂരിയുടെ മുകൾ ഭാഗം കുറച്ച് ഒരു ക്രിസ്പിനെസ് പോലെയൊക്കെ തോന്നില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നത് ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരുപാട് റവയൊന്നും ചേർക്കരുത്. 1 സ്പൂൺ മതി 2 കപ്പിലോട്ട്. അടുത്തതായിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് ജീരകം ചേർക്കാം. ഒരു 1/4 സ്പൂൺ ജീരകം ചേർക്കാം, ഓപ്ഷനിലാണ്. ഇനി ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നെയ്യാണ്. നെയ്യ് ചേർത്താൽ നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ നെയ്യ് ചേർക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ നമ്മുടെ പൂരിയുടെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആവുകയും ചെയ്യും, എന്നാൽ പൂരി ബലം ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് റവയും അതുപോലെ തന്നെ നെയ്യും ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതൊരു ഇൻസ്റ്റൻറ്റ് പൂരി കേട്ടോ. ഒരുപാട് സമയം വെക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഈ പൂരിയും ബാജിയും. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമൊന്നും വേണ്ട കേട്ടോ. സാധാരണ ലൂക്ക് വാം വാട്ടർ, നമ്മുടെ ടാപ്പ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ കിണറിന്നൊക്കെ കോരിയെടുത്ത വെള്ളമോ യൂസ് ചെയ്യാം. വെള്ളം ഒഴിക്കണേ, കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ലൂസായി പോകരുത് നമ്മുടെ മാവ്, അതുപോലെ തന്നെ നല്ല ഹാർഡും ആവരുത്. ഒരുപാട് ലൂസായി പോയാൽ എക്സ്ട്രാ സോഫ്റ്റ് ആയി പോവും പൂരി. അതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡായി പോയാൽ പിന്നെ പൂരി നല്ല ഹാർഡും ആയിരിക്കും. എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നതാണ് പൂരി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഹാർഡായിരിക്കും, അതുപോലെ തന്നെ പൂരി നന്നായിട്ട് പൊങ്ങി വരില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ സങ്കടമൊക്കെ
ഇതൊക്കെ നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്താൽ മാറും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി തന്നെ ആയിരിക്കും കേട്ടോ ഇത്. എന്നാലും ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മുഴുവൻ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത്. ചപ്പാത്തിയുടെ മാവിൻ്റെ അത്രയും സോഫ്റ്റ് ആവരുതേ പൂരിയുടെ മാവ്. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരുവിധം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഈ മാവിനെ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിയിൽ 1/4 കപ്പിനും താഴെ മാത്രമേ വെള്ളം ബാക്കിയുള്ളൂ. അത്രയും വെള്ളം ഞാൻ ഈ മാവിലോട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായി പോകരുതേ മാവ്, എന്നാലും നന്നായിട്ട് ഹാർഡായി പോവുകയും ചെയ്യരുതേ. ഇനി നമ്മുടെ മാവ് നല്ല ഹാർഡാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളമൊന്നും ഒരുപാട് അങ്ങ് ചേർക്കരുത്. കുറച്ച് സമയം കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് തന്നെ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഇതിനെ പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട കേട്ടോ, റെസ്റ്റ് ഒന്നും വേണ്ട. ഡയറക്റ്റ് തന്നെ പൂരി ഉണ്ടാക്കാം. ആവശ്യമുള്ള സൈസിൽ മാവ് മുറിച്ചെടുക്കാം നമുക്ക്. അത്ര വലിയ പൂരിയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള പൂരി ഉണ്ടാക്കുന്നത്. ഇത്ര പോന്ന മാവ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ മുഴുവൻ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത്രയും മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റോളിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ PVC പൈപ്പായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒന്നുകൂടെ കംഫർട്ട് PVC പൈപ്പ് കൊണ്ട് റോൾ ചെയ്യാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റോളിംഗ് പിന്ന് യൂസ് ചെയ്താലും മതി. ഞാൻ കംഫർട്ട് PVC പൈപ്പ് ആയതുകൊണ്ട് PVC പൈപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്യാം. കുറച്ച് മതി കേട്ടോ, ഒരുപാട് പൊടിയൊന്നും സ്പ്രെഡ് ചെയ്യരുതേ. കാരണം ഒരുപാട് പൊടിയായാലും നമ്മുടെ പൂരിയിൽ ഒരുപാട് പൊടിയാവും. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണ പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അപ്പോൾ ഞാനൊരു മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊടിയിലൊന്ന് ഇളക്കണേ. ഈ പൊടി കുറച്ച് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇനി പരത്തിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത്. ചപ്പാത്തിയുടെ അത്രയും കനം കുറയ്ക്കരുത്. അത്യാവശ്യം കുറച്ച് കനം ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മുടെ പൂരി നന്നായിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ. ഞാൻ കുറച്ച് തിക്നെസ്സോടുകൂടെ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. എത്രത്തോളം നമ്മളത്ര വലിയ മാവൊന്നുമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു വലുപ്പം മതി നമ്മുടെ പൂരിയുടെ മാവ്. നന്നായിട്ട് പൊടി തട്ടി കളയണം. ഇനി ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ എണ്ണയൊക്കെ തേച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പൊടി ഉപയോഗിച്ചിട്ട് പരത്തിയെടുത്ത് തന്നെയാണ്. ക്ലീൻ ചെയ്ത കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോ ഞാനത് വെക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പൂരിക്ക് വേണ്ടിയിട്ടുള്ളത് പരത്തിയെടുക്കാം. കണ്ടില്ലേ, അടുത്ത പൂരി റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതുപോലെ നമുക്ക് മുഴുവൻ പൂരികളും പരത്തി വയ്ക്കാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മുഴുവനും പരത്തി വെക്കരുത്. ആദ്യം കുറച്ച് പരത്തി വയ്ക്കുക, അത് ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ പരത്തിയെടുക്കാം. ഇനി പൂരി നമ്മൾ ഫ്രൈ ചെയ്ത ഉടൻ തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. കുറച്ച് ടൈമൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഈ പൂരിയിൽ ഹോൾസ് ഒന്നും ഉണ്ടാകരുത്. അതിന് ഹോൾസ് ഉണ്ടെങ്കിൽ പിന്നെ ആ പൂരി പൊങ്ങി വരില്ല. അത് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ പിന്നെ ആ പൂരി മുഴുവനായിട്ട് പൊങ്ങി വരില്ല, ചെറുതായിട്ട് പൊങ്ങി വരികയേ ചെയ്യുള്ളൂ. നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ട് മുഴുവൻ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണേലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ ബാജി കേട്ടോ ഇത്. ഇതില്ലേ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ തിക്കായല്ലോ. ഇത് ഞാൻ സെർവിങ് ഡിഷിലോട്ട് എടുക്കണേ. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ടേ. നമുക്ക് പൂരി കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ കഴിക്കാം. ഈ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ മാവ് എടുക്കുക. ഇത് എണ്ണയിലോട്ട് ഇടാം. ഇത് പൊങ്ങി വരണം, എന്നാലും ബ്രൗൺ നിറം ആവുകയും ചെയ്യരുത്. അതാട്ടോ നമ്മുടെ എണ്ണയുടെ പരുവം. ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് നമുക്കിതിലോട്ട് പൂരിയിടാം. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പൂരി ചേർക്കാം കേട്ടോ. പൂരിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂരി പൊങ്ങി വരാൻ തുടങ്ങും. കണ്ടോ പൂരി പൊങ്ങി വരുന്നേ? അത് മുഴുവനായിട്ടും പൊങ്ങിയെന്ന് കണ്ടില്ലേ?
ഇനി നമുക്കിത് തിരിച്ചിടാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും പൊങ്ങി നിർത്തേ. നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുള്ള പൂരിനെ കിട്ടിയില്ലേ. ഇനി ഒരുപാട് സമയമൊന്നും ഇത് എണ്ണയിൽ ഇടരുതേ, പെട്ടെന്ന് തന്നെ എടുക്കാം. നമ്മുടെ ഒരു അടിപൊളി പൂരി റെഡി ആയിട്ടുണ്ട്. അവിടെ ഒരു പൂരി വയ്ക്കാം. ഞാൻ അടുത്ത പൂരി ഇടാൻ പോവുകയാണേ. ഇപ്പോൾ എണ്ണയുടെ ചൂട് ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂട് കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിൽ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് പച്ച എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോഴും ഒരേ ചൂട് വരും. ഞാൻ വീണ്ടും അടുത്ത പൂരി എണ്ണയിലോട്ട് ചേർക്കുകയാണ്. നന്നായിട്ട് തന്നെ പൂരിയുടെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കണ്ടോ പൊങ്ങി വരുന്നു. ഇത്ര ഈസിയാണ് കേട്ടോ പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് പൊങ്ങിയ പൂരി തന്നെ ഇട്ടിട്ടുണ്ടേ. ഈ പൂരി പെട്ടെന്ന് തന്നെ കഴിക്കൂടെ വേണം കേട്ടോ. ഇതേ ചൂടിൽ തന്നെ കഴിക്കണം. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ പൂരിക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പൂരി ഫ്രൈ ചെയ്തെടുക്കാനൊക്കെയുള്ള കുറച്ച് ടിപ്സുകളൊക്കെ. ഞാനിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയാണേ. വീണ്ടും അടുത്ത പൂരി ഫ്രൈ ചെയ്തെടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പൂരി പൊങ്ങി വരുന്നുണ്ട്. യെസ്, മുഴുവനായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിടാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പൂരി ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചില്ലേ. അപ്പോൾ പൂരി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതും അടുത്ത പൂരി ഇട്ടിരിക്കുകയാണേ. പ്രസ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ ഇട്ട് ഉടൻ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൂരി പൊങ്ങി വരില്ല. ഇനി തിരിച്ചിടാം. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ പൂരികളൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു 5-6 പൂരി കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ടിപ്സുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാട്ടോ ഇത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ പൂരിയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സെർവ് ചെയ്യുകയാണിത്. എല്ലാവരും പൂരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൂരിയും മസാലയൊക്കെ സെർവ് ചെയ്യാം. നമുക്ക് പൂരി വെക്കാം കേട്ടോ. കണ്ടില്ലേ മുഴുവൻ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ബന്ന് പോലെ എങ്ങനെയാ പറയുക, അത്രയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള പൂരി തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാജി കൂടി ആയിട്ടോ സെർവ് ചെയ്യുന്നത്. കണ്ടില്ല പൊട്ടാറ്റോ ബാജി പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ പൂരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചത് കണ്ടാൽ നമുക്കൊരു ക്രേവിങ് ആയിരിക്കില്ലേ. അപ്പോഴിനി ഹോട്ടലിൽ നിന്ന് പോയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല പൂരിയും ബാജിയും. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പൂരി റെസിപ്പി. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.